ആഹാ, സാറിന് നല്ല ഫോമിലാണല്ലോ. ഒടിയന്മാർക്ക് എന്നും പറയാൻ ഒരു കാരണം കാണും. ടെൻഷൻ, സങ്കടം. അത് പക്ഷെ വേറെ ആർക്കും മനസ്സിലാവില്ല. ഉപദേശമൊക്കെ ഞാൻ നിർത്തിയതാ. പക്ഷെ ജീവന്റെ ജീവനാണെന്നൊക്കെ പറയുന്നൊരു അച്ഛനുണ്ട്. ആ അച്ഛന്റെ മുൻപിലേക്ക് കയറി വരുമ്പോഴെങ്കിലും സ്വബോധത്തോടെ കയറി വരാം. നീ എന്തിനാ എന്നെ ഉപദേശിക്കുന്നേ? നീ എന്റെ ആരാ? കൃത്യമായിട്ട് അക്കമിട്ട് പറഞ്ഞല്ലോ നീ എന്റെ ആരുമല്ലാന്ന്. പിന്നെ ഞാൻ കുടിച്ചാൽ എന്താ, ചത്താൽ എന്താ? നീ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? ഇത്രയും നാളും കുടിച്ചതല്ല, ഇനിയാ സൂര്യ കുടിക്കാൻ പോകുന്നത്. ഇനി ഒരു നിമിഷം പോലും ഈ നശിച്ച ബോധം എനിക്ക് വേണ്ട. ബോധം മറയണം. കണ്ണിൽ ഇരുട്ട് കയറി കാഴ്ചകളൊക്കെ മറയണം. അതിനു വേണ്ടിയാ ഞാൻ കുടിക്കുന്നത്. എന്നെ തോൽപ്പിക്കാനോ? നീ തോൽക്കില്ലല്ലോ. പറഞ്ഞ് ജയിക്കാൻ അറിയുന്ന നീ എങ്ങനെയാ തോൽക്കുന്നേ? എന്നും തോറ്റിട്ടുള്ളതേ ഞാനാ. എന്നും എല്ലാവരും തോൽപ്പിച്ചിട്ടുള്ളത് എന്നെയാ. ഞാൻ ഒരു മണ്ടനാ. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ തിരിച്ചു സ്നേഹിക്കുമെന്ന് കരുതിയ മണ്ടൻ. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. നീ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്റെ ആരുമല്ലാന്ന്? അത് എന്റെ ഇവിടെ കിടന്ന് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടുക, ടക്കോ ടക്കോ ടപ്പേന്ന്. നിന്റെ മിത്രാമേടം അല്ലേ, അവൾക്കുള്ള അതേ സ്ഥാനം. അത്രേ ഉള്ളൂ എനിക്ക്. നിന്റെ ജീവിതത്തിൽ ആരും അല്ലെന്നല്ലേ? പക്ഷെ നന്ദിനി, ഒരു ദിവസം നീ തിരിച്ചറിയും ആരാണ് നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതെന്ന്. ഒരിക്കൽ നിനക്കത് മനസ്സിലാവും. ഒരിക്കൽ നിനക്കത് മനസ്സിലാവും. ഒരിക്കൽ നിനക്കത് മനസ്സിലാവും. ഇപ്പൊ വാശിക്ക് എന്നെ തോൽപ്പിക്ക്. പക്ഷേ കുറച്ച് കഴിയുമ്പോ അത് ഓർത്ത് നീ സങ്കടപ്പെടും. വേറെ ആര് വിചാരിച്ചാലും എന്റെ മനസ്സിനെ കുത്തി നോവിക്കാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ. നിനക്ക് പറ്റും. നിനക്കേ പറ്റൂ. നിനക്കേ പറ്റൂ നന്ദിനി. നിനക്ക് മാത്രമേ പറ്റൂ. നിനക്ക് മാത്രമേ പറ്റൂ നന്ദിനി. നിനക്ക് മാത്രമേ പറ്റൂ. നിനക്കേ പറ്റൂ. നിനക്ക് മാത്രമേ പറ്റൂ. ഞാൻ നിന്റെ ആരും അല്ലല്ലേ? ആയിക്കോട്ടെ, എനിക്ക് മാത്രമേ പറ്റൂ നന്ദിനി. എനിക്ക് മാത്രമേ പറ്റൂ.